വെൽക്കം ടു നിഷാസ് വ്ലോഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ തന്നെ ഷോപ്പൊക്കെ തുറന്നു. പിന്നെ അതാ കുറേ അടിച്ചു വാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഭരണിയും സാധനങ്ങളൊക്കെ വന്നതാണ് കേട്ടോ. അത് അവിടെ ബോക്സിൽ പൊട്ടിക്കാണ്ട് വെച്ചിട്ടില്ലേ, അതൊക്കെ കുറേ സാധനങ്ങൾ ഭരണികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാക്കിംഗ് ഒക്കെ അഴിച്ച് സെറ്റ് ചെയ്യണം. കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ വന്നതായിരുന്നു. 2-3 ബോക്സൊക്കെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും അടുക്കി വെക്കാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേറെ മൺപാത്രങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്ത പണി നിറയെ വൈക്കോലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരിക കേട്ടോ. ഒരുപാട് ദൂരെ നിന്ന് വരികയല്ലേ, അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇളകുമ്പോൾ പൊട്ടാതെ സേഫായിട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വൈക്കോലും എല്ലാം കൂടിയിട്ട് പാത്രത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അത് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കുറേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വാരില്ലായിരുന്നു. ഇന്നലെ കുറേ അടിച്ചു കേട്ടോ, എന്നാലും അത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി. അങ്ങനെ ഷോപ്പിലത്തെ ഏകദേശം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര വിശപ്പ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, പഴം ഉണ്ടായിരുന്നു. അപ്പോൾ 2 പഴം വേവിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉണ്ടാക്കുമ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 2 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വേവിച്ചിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് എന്തായാലും ഇനിയിപ്പോൾ ഒരു അടുക്കളയിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ എന്താ പറയുക, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നല്ല വന്നു പറഞ്ഞില്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രണ്ടിൽ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വെക്കണമല്ലോ. അപ്പോഴല്ലേ സാധനങ്ങളൊക്കെ ആൾക്കാർ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണണ്ടേ. അപ്പോഴല്ലേ കസ്റ്റമേഴ്സ് വരുള്ളൂ. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ അതുപോലെ ഡിസ്പ്ലേ വെക്കുകയാണ്. ഇവിടെ നമുക്ക് ഷോപ്പിൽ വന്നിട്ട് മണ്ണിൻ്റെ മാത്രമല്ല പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭരണി ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികളുണ്ട്, അതുപോലെ തന്നെ മണ്ണിൻ്റെ ചെടിച്ചട്ടികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഫ്രണ്ടിലൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കണ്ടാലല്ലേ കസ്റ്റമർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടാലല്ലേ നമ്മുടെ ഷോപ്പിലേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് പണികൾ ഇതൊക്കെയാണ്. കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കും. ഇപ്പോൾ മഴയായതുകൊണ്ട് ഒരുപാട് വെക്കണില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മഴ വന്നാൽ പിന്നെ നമ്മളിതൊക്കെ എടുത്ത് വെക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഷോപ്പിലത്തെ കുറേ കാര്യങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വന്ന് കുളിച്ചു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും സാരിയിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാരി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇപ്പോൾ മുമ്പ് അങ്ങനെയല്ല, ഇപ്പോൾ എനിക്ക് സാരിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമാവുന്നത്. അപ്പോൾ ഇതെനിക്ക് അത്ര ചേരുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹലോ, അപ്പോൾ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഷോപ്പിലത്തെ പണികളും എല്ലാം കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നമ്മുടെ പണി എന്ന് വെച്ചാൽ രാവിലത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് 2 പഴം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ചപ്പാത്തി, ഇത് രാവിലത്തെ ബാലൻസ് 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ പഴം മാത്രമേ ഞാൻ കഴിച്ചു കേട്ടോ രാവിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചത്തെ പണികൾ ഉണ്ടെന്ന് വെച്ചാൽ ചോറ് വെച്ചു. മോൾക്ക് കൊണ്ടുവരണം. അപ്പോൾ ചോറ് നേരത്തെ വെച്ചു. പിന്നെ ചെറുപയർ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും കറി എന്തെങ്കിലും വെക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ പച്ചക്കറി ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കടയ്ക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കടയിൽ പോയി സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ ഷോപ്പിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല തിരക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കടയിൽ കുറേ സാധനങ്ങളൊക്കെ വന്നതല്ലേ. അപ്പോൾ അത് ഒതുക്കലും എല്ലാം ഇന്നലെ വൈകിട്ടോടെയാണ് കഴിഞ്ഞത് കേട്ടോ. ഇന്നലെ ഫുൾ പണിയായിരുന്നു. പിന്നെ രാവിലെ എണീച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രണ്ടിലൊക്കെ എടുത്ത് വെച്ചു. അത് മാത്രം ഇന്ന് പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ കടയ്ക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടയ്ക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. നല്ല മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് വന്നു. എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നറിയോ? അപ്പോൾ ഞാൻ എന്തായാലും പാവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ചാറ് വയ്ക്കാൻ പോകുന്നത്.
പിന്നെ കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിച്ചു. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യട്ടോ, നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നിലക്കടല വാങ്ങിച്ചു കേട്ടോ. മഴയൊക്കെ അല്ലേ, വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും തോന്നുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നിലക്കടല വാങ്ങിച്ചു. പിന്നെ അതാ ഉഴുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരയ്ക്കാൻ ഇടണം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഉഴുന്ന് വാങ്ങിച്ചു. പിന്നെ ഒരു പാത്രം വയ്ക്കണ സോപ്പ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കറി വയ്ക്കാം. ആദ്യം തന്നെ പാവയ്ക്ക് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാവയ്ക്ക പുള്ളി ഒഴിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ അതുപോലെ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് വഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കശപ്പില്ലേ, അപ്പോൾ ഇത് നല്ല കശപ്പാണല്ലോ, കയ്പ്പാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. നന്നായി വഴിച്ചെടുക്കണം. ഞാൻ അതൊരിക്കൽ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി നമ്മൾ എന്തായാലും കറി വയ്ക്കാൻ പോകില്ല. അപ്പോൾ അതിൻ്റെയും കൂടി കാണിച്ചു തരാം. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് ഇട്ടിട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് കുറച്ച് ചുങ്ങിപ്പോവും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കയ്പ്പൊക്കെ മാറി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഇതൊന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയ്ക്ക് എല്ലാം ഇതുപോലെ നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലാണ് കേട്ടോ വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റണം കേട്ടോ. അപ്പോഴൊക്കെ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കയ്പ്പയ്ക്ക് നന്നായി വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി എണ്ണയൊക്കെ ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കശപ്പൊക്കെ കയ്പ്പൊക്കെ മാറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കയ്പ്പയ്ക്ക. അപ്പം നമുക്ക് കയ്പ്പയ്ക്ക കഴിക്കാത്തവരാണെങ്കിൽ കൂടി ഇങ്ങനെ നല്ല വഴറ്റിയിട്ട് നല്ല പുളിയൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പോൾ അതാ ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്പ്പയ്ക്കയും ചെറിയുള്ളിയും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ പുളിയൊക്കെ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ആവശ്യത്തിനുള്ള പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. ഇനി കുറച്ച് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുളിയും തേങ്ങയും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നമ്മൾ മിക്സിയിലിട്ട് ഒരുമിച്ച് ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അരയ്ക്കുമ്പോൾ. അപ്പോൾ ഇതിനുള്ള അരപ്പിൽ നമുക്ക് 2 തക്കാളിയും കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോഴേക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കയ്പ്പയ്ക്ക കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് തേങ്ങയും പുളി അതുപോലെ ചെറിയ 2 തക്കാളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ. നമുക്ക് ചാറ് കലക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ അതെല്ലാം കൂടി അരച്ചെടുത്ത അരപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ചാറ് കലക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ കലക്കി വെച്ചു കേട്ടോ. ഒരു 4-5 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കയ്പ്പയ്ക്ക നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഈ ചാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കറി സെറ്റാക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടത്. ഞാനിത് കുറച്ച് അധികം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നാളേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഇത് പുളിയൊക്കെ ഒഴിച്ച് വെക്കുകയല്ലേ. അപ്പം നമുക്ക് മീൻ കറിയൊക്കെ എങ്ങനെ നമ്മൾ ഇന്ന് വെച്ച് നാളെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എന്തായാലും കുറച്ചധികം തന്നെ വെക്കുന്നുണ്ട്. അപ്പം നാളേക്കും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വെക്കണേ. അപ്പോൾ കറിയൊക്കെ ഇത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വഴറ്റിയ കപ്പയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായി തിളച്ച് കയ്പ്പയ്ക്കൊന്ന് വെന്ത് കിട്ടിയാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കയ്പ്പയ്ക്ക കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പറാണ്. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കുറച്ച് വെണ്ടയ്ക്ക ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പിഞ്ച് വെണ്ടയ്ക്കാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചേച്ചിമാർ വന്നായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് കവറുകളും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഞാൻ കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് ചാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ വെണ്ടയ്ക്ക നമുക്ക് ചെറിയതായതുകൊണ്ട് തന്നെ രണ്ടായിട്ടൊന്നും കട്ട് ചെയ്യണില്ല കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ തന്നെ മുഴുവനായിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതില്ലേ, അതിൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെന്തുകൊണ്ടോ അത് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്നതും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇതുപോലെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി, മീനിനൊക്കെ നമ്മൾ വരിയില്ലേ മുളകും മസാലയൊക്കെ ഉള്ളിൽ നന്നായി കയറാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് ഈ വെണ്ടയ്ക്ക 3-4 ഭാഗത്ത് ഇങ്ങനെ നീളത്തിൽ വരിഞ്ഞ് വിടാം കേട്ടോ. അപ്പോഴേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായി കയറുള്ളൂ. അപ്പോഴേ അത് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മസാല എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നറിയോ? കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ കുറച്ച്, പിന്നെ കുറച്ച്. അപ്പോൾ ആ വെണ്ടയ്ക്കൊക്കെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വരിഞ്ഞ് വിട്ടിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ വരിയില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് വരിഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായി ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിക്കാൻ ഇവിടെ ആളില്ല. സത്യം പറഞ്ഞാൽ അതാണ്, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഈ പച്ചക്കറിയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലില്ലേ ഇവിടെ കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ചേച്ചി പിന്നെ ഇതൊന്നും കഴിക്കില്ല. പിന്നെ മോളാണെങ്കിൽ പറയാൻ വേണ്ട, അവളിതൊന്നും തീരെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കുള്ള മസാലയാണ് കേട്ടോ ഇത് വന്നിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എൻ്റെ കയ്യിലൊക്കെ മഞ്ഞൾപ്പൊടി ആയതാണ് കേട്ടോ ഡെപ്പിയിലത്തെ. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഇത് വന്നിട്ട് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ, പിന്നെ കല്ലുപ്പ്, പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനുള്ള മസാല. ഇത് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കിയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലത്തെ വെണ്ടയ്ക്ക ഇങ്ങനെ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിൽ മസാല പിടിക്കണ പോലെ നന്നായിട്ട് പരത്തി വയ്ക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനുള്ളത് ഇതാ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ ഉള്ളിലൊക്കെ ആവുന്ന പോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക ഫ്രൈ ഇതാ റെഡിയായി കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല മീനൊക്കെ വറുത്ത് വെച്ച പോലെ ഉണ്ട് അല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈയും ഉണ്ട് കേട്ടോ. പിന്നെ മോൾക്ക് ഉച്ചയ്ക്ക് നമ്മൾ കൊടുത്തയച്ചത് ചെറുപയർ ഉപ്പേരിയാണ്, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഷോപ്പ് കണ്ടില്ലേ, നമ്മുടെ സാധനങ്ങളൊക്കെ നനഞ്ഞു കേട്ടോ. ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നതല്ല കേട്ടോ. പെട്ടെന്ന് വന്നു, അപ്പോഴേക്കും നല്ല മഴ. പിന്നെ ശരി എന്നതിൽ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അത് അരിഞ്ഞു പോണ സാധനമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ വിറ്റു. എന്തായാലും മഴ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കപ്പയ്ക്കച്ചാറും ചെറുപയറുപ്പേരിയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈയും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചത്തെ വൈകുന്നേരത്തെ കുറച്ച് പണികളാണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവ് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ അരയ്ക്കാറില്ല കേട്ടോ. എനിക്ക് മോൾക്ക് മാത്രം കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ രാവിലേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പണികൾ കേട്ടോ. അപ്പോൾ ഇനി ഷോപ്പ് അടയ്ക്കണം. ഷോപ്പ് 7-7:30 ഷോപ്പ് അടയ്ക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഷോപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോഴേക്കും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാൽക്കാരൻ വന്നു കേട്ടോ. 5:30 ആയി. 5:30ക്കാണ് പാല് വന്നത്. അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചു, പിന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.